കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 വളരെ വലിയ തോതിൽ ത്രികോണ പോരാട്ടം കടുത്തതായി നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്, പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയാണ് എന്നറിയാനായിട്ട് തീർച്ചയായിട്ടും ജനങ്ങളുടെ വിധിയെഴുത്ത് വളരെയധികം നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ 3 പാർട്ടികൾ BJP, LDF, UDF ഒരുപോലെ ത്രികോണ പോരാട്ടത്തിൽ പ്രവചനാതീതമായി കാര്യങ്ങൾ മാറി മറിയാൻ ഇടയുള്ള സ്ഥലങ്ങൾ നിരവധിയുണ്ട്. അതിലേറ്റവും എടുത്തു പറയാനുള്ള ഒരു സ്ഥലമാണ് തലസ്ഥാന നഗരി തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. ദേശീയ തലത്തിൽ നിന്ന് തന്നെ വരുന്ന സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ ചില കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് ഇത്തവണ എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട്, വളരെ വ്യക്തമായിട്ട് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 14 നിയമസഭാ മണ്ഡലങ്ങൾ: വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, അരുവിക്കര, പാറശാല, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിൻകര. ഇവിടങ്ങളിലൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ, മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം LDFിൻ്റെ ഒരു തരംഗമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഭൂരിഭാഗം സീറ്റുകളിലും LDF നേടുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങളെന്ന് പറയുന്നത്. UDFിന് കാര്യമായിട്ടുള്ള മെച്ചമൊന്നും തന്നെ 2021 തലസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലായിരുന്നു. BJPക്കായാലും വലിയ തോതിലുള്ള നേട്ടമൊന്നും തന്നെ തലസ്ഥാനത്ത് 2021 നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. LDFിൻ്റെ ഒരു തരംഗം തന്നെയായിരുന്നു. എല്ലാ അർത്ഥത്തിലും LDF മുന്നേറ്റമായിരുന്നു 2021. പക്ഷേ ഇത് 2026 ആകുമ്പോഴത്തേക്കും എന്ത് തരം അട്ടിമറി സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് നോക്കേണ്ടത്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും LDFിന് അടിപതറി എന്നുള്ളത് 100% വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന തോതിൽ BJP പലയിടങ്ങളിലും മുന്നിൽ വന്നു, UDF പലയിടങ്ങളിലും മുന്നിൽ വന്നു. LDFിന് അടിപതറിയിട്ടുണ്ടായിരുന്നു ഈ തിരുവനന്തപുരത്ത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോഴത്തേക്കായാലും വളരെ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് LDFിന് തലസ്ഥാനത്ത് ലഭിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഉണ്ടായിരുന്ന കോർപ്പറേഷൻ ഭരണം തലസ്ഥാനത്ത് കൈവിടുന്ന തരത്തിലോട്ട് LDFിന് കാര്യങ്ങൾ മാറി. അത് BJP നേടിയെടുക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളത് LDFിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടിയായി മാറിയ ഒരു കാര്യമാണെന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഇത് 2026 വരുമ്പോഴത്തേക്കും എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടങ്ങളിലൊക്കെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള അട്ടിമറി സംഭവിക്കുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി ലഭിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും 14 സീറ്റുകളിൽ ഭൂരിഭാഗം സീറ്റുകളിലും വിജയിച്ചിരിക്കുന്നത് LDF തന്നെയാണ്. ഇതിൽ പല സീറ്റുകളും നഷ്ടപ്പെട്ടു പോകുന്ന കണക്ക് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്ക് ഓരോ സീറ്റുകളുടെയും ഒരു ഇത് നോക്കാം. അതിൽ നമുക്ക് ആദ്യം ആറ്റിങ്ങൽ നോക്കാം. ആറ്റിങ്ങൽ നോക്കുമ്പോഴത്തേക്കും നിലവിൽ LDF ആണ്. LDFിൻ്റെ ഒരു കോട്ട തന്നെയാണ് ആറ്റിങ്ങൽ എന്ന കാര്യത്തിൽ സംശയം. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് BJPയുടെ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ആറ്റിങ്ങൽ കാണുന്നുണ്ട് എന്നുള്ളതും വ്യക്തം തന്നെയാണ്. അവിടെ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവിടെ ഈ കഴിഞ്ഞ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും BJP 1ാം സ്ഥാനത്തെത്തിയ ഒരു സ്ഥലം തന്നെയാണ് ആറ്റിങ്ങൽ എന്ന കാര്യത്തിന് സംശയമില്ല. അവിടെ LDF BJP തമ്മിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. അവിടെ ഒരു 50-50 ചാൻസ് ആയിട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം LDFിന് നിലവിലും അവിടെ കാണുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. ചിറയൻകീഴ് അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം LDFിന് തന്നെയാണ്. അവിടെ പക്ഷേ ഒരു UDF, LDF, BJP ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറും. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ LDFിന് ഒരു മുൻതൂക്കം കാണുന്നു ചിറയൻകീഴ്. നെടുമങ്ങാട് നിലവിൽ LDF ആണ്. അവിടെ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റിന് ഇടയുണ്ട്. അവിടെ BJP വോട്ടുകളും നിർണായകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. LDFിന് വോട്ട് കുറയാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. BJP UDF വോട്ട് കൂടാനായിട്ടും സാധ്യത കാണുന്നു. വാമനപുരത്ത് നിലവിൽ LDF ആണ്. അവിടെ LDF ആ സീറ്റ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. നേരെ കഴക്കൂട്ടം വരുമ്പോഴത്തേക്കും കഴക്കൂട്ടത്ത് നിലവിൽ LDF ആണ്. പക്ഷേ ആ സീറ്റ് അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ നേരിയ തോതിലുള്ള മുൻതൂക്കം BJPക്കാണ് കാണുന്നത് എന്നാണ് സർവേ റിസൾട്ട് മനസ്സിലാവുന്നൊരു കാര്യമെന്ന് പറയുന്നത്. വട്ടിയൂർക്കാവ് വരുമ്പോഴത്തേക്കും വട്ടിയൂർക്കാവ് നിലവിൽ LDF ആണ്. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയും തീർച്ചയായിട്ടും നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം, പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു മുൻതൂക്കം എന്ന് പറയാൻ പറ്റുന്നതിലുപരി അവിടെ നിലവിലത്തെ
സാഹചര്യത്തിൽ BJP ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ഒരു കടുത്ത ത്രികോണ പോരാട്ടമായി മാറുന്ന ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ് എന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരമാണ് അടുത്തത്. അവിടെ നിലവിൽ LDF ആണ്. ആ സീറ്റ് UDF മറിയാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. നിയമമാണ് അടുത്തത്. നിലവിൽ LDF കൈവശമാണ്. ആ സീറ്റ് BJP പോകാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്നത്. അതോടൊപ്പം തന്നെ അടുത്തത് അരുവിക്കര വരുമ്പോഴത്തേക്കും അരുവിക്കരയിൽ നിലവിൽ LDF ആണ്. അവിടെ തീർച്ചയായിട്ടും BJP വോട്ടുകൾ നിർണായകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ആ സീറ്റ് UDF പോകാനും സാധ്യതയുണ്ട്. ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അരുവിക്കര പാറശാല നിലവിൽ LDF കൈവശമാണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. കാട്ടാക്കടയിൽ നിലവിൽ LDF കൈവശമാണ് സീറ്റ്. പക്ഷേ ആ സീറ്റ് അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. BJP വോട്ടുകൾ നിർണായകമാവും. ഒരു ത്രികോണ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ UDF നേരിയ തോതിലുള്ള സാധ്യത കാണുന്നുണ്ട്. കോവളമാണ് അടുത്തത്. UDF കൈവശമാണ്. അത് UDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത കാണുന്നത്. നെയ്യാറ്റിൻകരയാണ് അടുത്തതെന്ന് പറയുന്നത്. അത് LDF കൈവശമാണ് നിലവിലിരിക്കുന്നത്. പക്ഷേ ആ സീറ്റിൽ LDF വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു. UDF വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു. BJP വോട്ടുകൾ നിർണായകമാവുന്ന ഒരു സ്ഥലമായിട്ട് നെയ്യാറ്റിൻകര മാറും. അടുത്തത് വർക്കലയാണ്. വർക്കലയിൽ നിലവിൽ LDF കൈവശമാണ് ആ സീറ്റ് എന്ന് പറയുന്നത്. ആ സീറ്റിൽ ഒരു അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു ത്രികോണ പോരാട്ടമായിട്ട് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതായത് ആ സീറ്റ് BJP ഏറ്റെടുത്തുകൊണ്ട് BJPയിലെ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു കടുത്ത ത്രികോണ പോരാട്ടമായിട്ട് വർക്കല മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. പക്ഷേ നിലവിലും നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം LDF കാണുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അങ്ങനെ മൊത്തത്തിൽ 14 നിയമസഭാ മണ്ഡലങ്ങൾ, കേരളത്തിലെ തിരുവനന്തപുരം തലസ്ഥാനത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലും അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് LDF നിലവിലുള്ള സീറ്റുകളെക്കാട്ടിലും 2026 തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറയുമെന്നുള്ളത് വ്യക്തമാണ്. അതിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ LDF 6-7 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതേസമയം UDF സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ മാക്സിമം ഒരു 3-4 സീറ്റുകൾ എന്നുള്ള കണക്കാണ്. BJP സംബന്ധിച്ചിടത്തോളം നിലവിൽ തിരുവനന്തപുരത്ത് മാക്സിമം 3 സീറ്റുകളിൽ വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ LDF സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് നിലവിൽ കൈവശമുള്ള ഭൂരിഭാഗം സീറ്റുകളിൽ കുറവ് സംഭവിക്കും. അത് 10-ൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6-7 സീറ്റുകൾ. അതേസമയം UDF സംബന്ധിച്ചിടത്തോളം നിലവിൽ കൈവശമുള്ള ഒരു സീറ്റ് അല്ലാതെ തന്നെയും അവർക്ക് മാക്സിമം പോയാൽ ഒരു 3-4 സീറ്റുകൾ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതേസമയം BJP സംബന്ധിച്ചിടത്തോളം നിലവിൽ സീറ്റുകളൊന്നും തന്നെ ഇല്ല. അവർക്ക് മാക്സിമം 3 സീറ്റുകളിൽ വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ 2 സീറ്റുകളിൽ വളരെ വലിയ തോതിലുള്ള വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. പക്ഷേ ഇത് സർവേ റിസൾട്ട് മാത്രമാണ്. എന്താണ് ഒരു റിയാലിറ്റി സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങൾ എന്താണ് വിധി എഴുതുന്നത്, അത് ആർക്ക് അനുകൂലമാകും? അത് UDF അനുകൂലമാകുമോ, LDF അനുകൂലമാകുമോ, അതല്ല അത് BJPക്ക് തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷൻ നേടിയെടുത്ത മാതിരി അനുകൂല ഘടകമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.